ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത് എർത്ത് അഥവാ ഭൂമി, അതിൻ്റെ സവിശേഷതകൾ, അതിൻ്റെ ജോഗ്രഫിക്കലായിട്ടുള്ള നേച്ചർ, ഹിസ്റ്ററി ഇതിനെക്കുറിച്ചാണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പഠിച്ചത് സൂര്യനും അതുമായി ബന്ധപ്പെട്ട ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഇതിനെല്ലാം കുറിച്ചാണ്. ആ വീഡിയോ കാണാത്തവർ താഴെ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ പോയി പഴയ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണേണ്ടതാണ്. അപ്പോൾ ഭൂമി അല്ലെങ്കിൽ എർത്ത്, ഭൂമിയുടെ ആകൃതി ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ഭൂഭാഗങ്ങൾ പരന്നതും മധ്യഭാഗം വീർത്തതുമായിട്ടുള്ള സ്ട്രക്ചറാണ് എർത്ത് അഥവാ ഭൂമിക്കുള്ളത്. നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററി ആദ്യം തന്നെ നോക്കാം. ഹിസ്റ്ററിയിൽ ആദ്യമായി ഭൂമി ഇതിൻ്റെ ഈ സ്ട്രക്ചർ എങ്ങനെ, അതിൻ്റെ ഹിസ്റ്ററി എന്താണ് എന്നാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഭൂമി എന്ന ഗ്രഹത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് സൂര്യനും ചുറ്റുമുള്ള ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ ഇതിനെയെല്ലാം കുറിച്ചാണ്. ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ഇവിടെ പറയുന്നത്. എർത്ത് എന്ന് പറഞ്ഞാൽ ഭൂമി എന്താണെന്ന് നമുക്കറിയാം. ആക്ച്വലി നമ്മൾ കുട്ടിക്കാലം തൊട്ട് പഠിച്ചതാണ്, അറിയാവുന്നതുമാണ്. എന്നാലും ചില പോയിന്റുകൾ നമ്മൾ ഇതിനോടൊപ്പം ആഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമായും കണ്ടിരിക്കാൻ ശ്രമിക്കുക. ഭൂമി എന്നത് ഒരു ഗോളാകൃതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് ഭൂമിക്കുള്ളത്. ഇതിൻ്റെ രണ്ടറ്റത്തെയും നമുക്ക് ധ്രുവങ്ങളിൽ നിന്നും ഇതിനെ നമുക്ക് മധ്യഭാഗം നിന്നും സൂചിപ്പിച്ചാൽ ഈ ധ്രുവങ്ങൾ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? ധ്രുവങ്ങൾ എപ്പോഴും പരന്നതായിരിക്കും. അതുപോലെ തന്നെ മധ്യഭാഗം എപ്പോഴും ഒരു വീർത്തതുമായിട്ടാണ് നമുക്ക് കാണുന്നത്. ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുകയാണെങ്കിൽ, ഭൂമിയുടെ ഹിസ്റ്ററി നമുക്ക് ഏറ്റവും ആദ്യം പഠിക്കേണ്ടതുണ്ട്. ഹിസ്റ്ററി കഴിഞ്ഞാലേ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിന് നമുക്കൊരു കണ്ടിന്യൂറ്റി കിട്ടത്തുള്ളൂ. അപ്പം ഇതിൻ്റെ ഭൂമിയുടെ ഒരു ഹിസ്റ്ററി എന്ന് പറയുകയാണെങ്കിൽ, ആദ്യം തൊട്ട് ഇതിൻ്റെ ഹിസ്റ്ററി പറയുമ്പോൾ ടെയിൽസ് ആണ്. ടെയിൽസ് എന്ന വ്യക്തിയാണ് ഭൂമിയുടെ സ്ട്രക്ചറിനെ കുറിച്ച് ആദ്യമായി ഒരു പ്രസ്താവന നടത്തിയത്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. ടെയിൽസ് പറയുന്നത് എന്താണ്? ടെയിൽസ് പറയുന്നത് ഭൂമി ഒരു ഗോളാകൃതിയുള്ള ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പുള്ള ഒരു വസ്തുവാണെന്നും ഇത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണ് എന്നുമാണ് പറയുന്നത്. ഇദ്ദേഹം ഒരു ഗ്രീക്ക് തത്വചിന്തകനാണ്. BC 7-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത് ടെയിൽസിന്റെ നിഗമനം അനുസരിച്ച് ഇത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുക എന്നുള്ളതായിരുന്നു നിഗമനം. രണ്ടാമത് വന്ന ആൾക്കാരാണ് പൈതഗോറസ് ആൻഡ് അരിസ്റ്റോട്ടിൽ. പൈതഗോറസും അരിസ്റ്റോട്ടിലും പറയുന്നത് ഇതുപോലെ തന്നെയായിരുന്നു, ഭൂമിക്ക് ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ട്. അത് അവർ അടിയുറപ്പിച്ചു. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അത് കൺഫേം ആയിട്ട് തന്നെ അവർ പറഞ്ഞു ഇതൊരു റൗണ്ട് ഷേപ്പാണ് ഭൂമിക്കെന്നും. ഇത്രയും പറഞ്ഞുവെങ്കിലും ഇതിനെ പിന്താങ്ങുവാനായിട്ട് പിന്നീട് വന്ന ഒരാളാണ് ഗ്രീക്ക് ചിന്തകനായ കോപ്പർനിക്കസ് ഇവരുടെ ഈ തത്വചിന്തത്തെ കൺഫേം ആക്കി. ഭൂമി ഒരു റൗണ്ട് ഷേപ്പ് ഉള്ളതാണ്, പക്ഷെ അത് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതല്ല, പക്ഷെ റൗണ്ട് ഷേപ്പ് ഉള്ളതാണെന്ന് കൺഫേം ആക്കി. മൂന്നാമത് വന്ന ആളാണ് ആര്യഭടൻ എന്ന് പറയുന്നത് നമുക്കറിയാം. ഇതൊരു ഭാരതീയ തത്വചിന്തകനും ശാസ്ത്രജ്ഞനുമായിരുന്നു. ഇദ്ദേഹം പറഞ്ഞത് ഇവരുടെ രണ്ടുപേരെയും കാര്യം തന്നെയായിരുന്നു. ഇതിന് ഒരു റൗണ്ട് ഷേപ്പാണ്. പ്ലസ് ആര്യഭടൻ ആഡ് ചെയ്തത് ഇത് റൗണ്ട് ഷേപ്പാണെന്നും അതുപോലെ തന്നെ ഇത് സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതാണെന്നാണ്. അതായത് ഇതിനൊരു സ്വന്തം അച്ചുതണ്ട് ഉണ്ടെന്നും ആര്യഭടൻ പറഞ്ഞു. അപ്പോൾ ആദ്യമായി ഭൂമിക്ക് ഒരു സ്വന്തമായ അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്ന് പ്രസ്താവിച്ചത് ഭാരതീയ ശാസ്ത്രജ്ഞനായ ആര്യഭടനായിരുന്നു. നാലാമത്തെ ആളെ നമുക്ക് പരിചയപ്പെടാം, മഗല്ലൻ. മഗല്ലന്റെ പ്രത്യേകത, ഈ റൗണ്ട് ഷേപ്പ് ഫിസിക്കലായിട്ട് ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് അത് വേരിഫൈ ചെയ്ത ഒരാളാണ് മഗല്ലൻ. കാരണം ഇദ്ദേഹം ഭൂമിക്ക് ചുറ്റിനും ലോകം ചുറ്റി സഞ്ചരിച്ച ഒരാളാണ്. കപ്പൽ യാത്ര വഴി
ഭൂമി മുഴുവനും ചുറ്റി സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് മഗല്ലൻ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഈ പ്രസ്താവന എല്ലാവരും അംഗീകരിച്ചു. അഞ്ചാമത് വരുന്ന ആളാണ് സർ ഐസക് ന്യൂട്ടൻ. സർ ഐസക് ന്യൂട്ടൻ. ഐസക് ന്യൂട്ടൻ എന്താണ് പറഞ്ഞത്? ഈ ഗോളം എന്ന് പറഞ്ഞാലും ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗോളമല്ല, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പ് അല്ല ഭൂമിക്കൊന്നും. ഇതിൻ്റെ ധ്രുവഭാഗങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ ഇതിൻ്റെ ധ്രുവഭാഗങ്ങൾ പരന്നതും മധ്യഭാഗം വീർത്തതും എന്നാണ് ഐസക് ന്യൂട്ടൻ ഈ പ്രസ്താവന നടത്തിയത്. ഇങ്ങനെ ഭൂമിയുടെ കറക്കം ഏത് ദിശയിലോട്ടാണ്? ഭൂമിയുടെ ഇത് വടക്ക് വശവും ഇത് തെക്ക് വശം, അല്ലെങ്കിൽ ഇത് നോർത്ത് ഇത് സൗത്ത് ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഇത് നമ്മൾ പടിഞ്ഞാറും ഇത് കിഴക്കുമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് എപ്പോഴും ഭൂമി കറങ്ങുന്നത്. ഇപ്പോൾ ഇവിടെ സണ്ണാണെങ്കിൽ സണ്ണിൻ്റെ പ്രകാശം ഇവിടെയായിരിക്കും, അതിൻ്റെ പ്രകാശം ഇവിടെയാണ്ട്. പടിഞ്ഞാറ് നിന്ന് കിഴക്ക് വശത്താണെങ്കിൽ പടിഞ്ഞാറ് നിന്ന് തെക്കോട്ട് സഞ്ചരിക്കും. ഇനി നമുക്ക് ഭൂമി വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ദിക്കുകൾ അടയാളപ്പെടുത്താം. പടിഞ്ഞാറ്, കിഴക്ക്, ഇത് നോർത്ത്, സൗത്ത്. ഓക്കെ, ഇൻ കേസ് സണ്ണ് ഇവിടെ നിൽക്കുകയെന്ന് വയ്ക്കുക. ഇത് സണ്ണാണെങ്കിൽ ഭൂമി എപ്പോഴും കറങ്ങുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്ക് ദിശയിലോട്ടായിരിക്കും. അതായത് ഇപ്പോഴും ഈ ദിശയിലോട്ടായിരിക്കും കറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ ഉദിക്കുമ്പോൾ എപ്പോഴും പടിഞ്ഞാറ് സൂര്യൻ നിൽക്കുന്നതായിട്ടും സൂര്യൻ അസ്തമിക്കുന്ന കിഴക്ക് നിൽക്കുന്നതായിട്ടും കാണുന്നത്. ഇത് നമുക്ക് അറിയാവുന്നതാണ്, എങ്കിലും ഫോർ ആൻ ഇൻഫർമേഷൻ ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഭൂമിയുടെ ധ്രുവങ്ങൾ, അച്ചുതണ്ട് എന്നിവയെക്കുറിച്ച് പഠിക്കാം. ഈ ഭൂമിയാണെങ്കിൽ ഭൂമി ശരിക്കും ഒരു സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതായിട്ടാണ് പറയുന്നത്. ചരിഞ്ഞിരിക്കുന്ന ഒരു അച്ചുതണ്ടിൽ കൂടെ കറങ്ങുന്നതാണ് ഭൂമി. ധ്രുവഭാഗങ്ങൾ പരന്നതും മധ്യഭാഗം വീർത്തതുമായിട്ടുള്ള ഈ സ്ട്രക്ചറിന് അവസാനം ഒരു പേര് നമ്മൾ നൽകി. അതിനെയാണ് ജിയോയിഡ് എന്ന് പറയുന്നത്. ജിയോയിഡ്. ഈ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ജിയോയിഡ്. കാനഡക്കാരനായ ജീൻ ബലീവോ എന്നൊരു വ്യക്തി കാൽനട വഴിയും കപ്പൽ യാത്ര വഴിയും 11 വർഷം കൊണ്ട് ഈ ഭൂമി മുഴുവനും ചുറ്റി സഞ്ചരിക്കുകയും ചെയ്തു. ഓക്കെ, ഭൂമിയുടെ ചുറ്റളവ് ഏകദേശം അപ്രോക്സിമേറ്റ്ലി 40,000 കിലോമീറ്റർ ആണ്. ഭൂമിയുടെ ചുറ്റളവ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 40,000 കിലോമീറ്റർ ആണ്. ഭൂമിയുടെ വലിപ്പം ആദ്യമായി കണ്ടെത്താൻ ശ്രമിച്ച ഒരു ഗ്രീക്ക് തത്വചിന്തകനായിരുന്നു BC 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന എറാത്തോസ്തനീസ്. ഇദ്ദേഹം സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്ന കോണളവ് നോക്കിയാണ് ഇദ്ദേഹം ഭൂമിയുടെ വലിപ്പം ആദ്യമായി കണ്ടെത്താൻ ശ്രമിച്ചത്. ഭൂമി എപ്പോഴും ഒരു സ്വന്തമായ അച്ചുതണ്ടിൽ കൂടെ കറങ്ങുന്നതായിട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇത് ഭൂമിയാണെങ്കിൽ ഇത് അച്ചുതണ്ടായിട്ട് കണക്കാക്കുക. നോർത്ത്, ഇത് സൗത്ത് ആയിരിക്കും.
ഓക്കെ, ഭൂമിയെ നമ്മൾ രണ്ടായിട്ട് പിളർക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഭൂമധ്യരേഖ എന്നും 0 ഡിഗ്രി അല്ലെങ്കിൽ മാനക രേഖാംശ എന്നും നമുക്ക് ഇതിനെ പറയാം. മാനക രേഖാംശ എന്നും നമുക്കിതിനെ പറയാം. ഇത് 0 ഡിഗ്രി ആണെങ്കിൽ ഇതിന് മുകളിലുള്ള രണ്ട് രേഖകളെ നമുക്ക് 23.5 ഡിഗ്രി നോർത്ത് എന്നും 23.5 ഡിഗ്രി സൗത്ത് എന്നും പറയാം. ഓക്കെ, 23.5 ഡിഗ്രി നോർത്ത് എന്നും 23.5 ഡിഗ്രി സൗത്ത് എന്നും. ഈ വട്ടം വരയ്ക്കുന്ന രേഖകൾ, അതായത് ഭൂമിയുടെ ഇങ്ങനെ വരയ്ക്കുന്ന രേഖകളെ നമ്മൾ അക്ഷാംശ രേഖകളെന്നും മുകളിൽ നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് വരയ്ക്കുന്നതിനെ നമ്മൾ രേഖാംശ രേഖകൾ എന്നും പറയാം. ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഏത് അക്ഷാംശ രേഖയിലും ഏത് രേഖാംശ രേഖയിലുമായിരിക്കും? ഇന്ത്യയുടെ ഒരു ഭൂപടം നമുക്കൊരു എക്സാമ്പിൾ വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കുന്നതിന് അത്ര എക്സ്പെർട്ട് ഒന്നുമില്ല, എങ്കിലും വരയ്ക്കാം. ഇങ്ങനെയാണ് ഭൂമി. ഇന്ത്യ എന്ന് വെച്ചാൽ ഇന്ത്യ ഈ ഒരു അക്ഷാംശ രേഖയ്ക്കും രേഖാംശ രേഖയ്ക്കും ഇടയിലായിരിക്കും. ഇതിലേതായിരിക്കും അക്ഷാംശ രേഖ? ഇത് അക്ഷാംശ രേഖയും ഇത് രേഖാംശ രേഖയും നമുക്ക് പറയാം. ഓക്കെ, ഇന്ത്യക്ക് താഴെ കൂടെ പോകുന്നത് 8 ഡിഗ്രി നോർത്തും ഇന്ത്യക്ക് മുകളിൽ കൂടെ പോകുന്നത് 38 ഡിഗ്രി വടക്കും ആണ്. 8 ഡിഗ്രി നോർത്തും 38 ഡിഗ്രി വടക്കും. അതേപോലെ തന്നെ രേഖാംശ രേഖ നോക്കുകയാണെങ്കിൽ ഇടതുവശത്ത് 68 ഡിഗ്രി കിഴക്ക്, 98 ഡിഗ്രി കിഴക്ക്, 68 ഡിഗ്രി കിഴക്ക്, 98 ഡിഗ്രി കിഴക്ക്, 68, 98, 68നും 98നും ഇടയ്ക്കും 8നും 38നും ഇടയ്ക്കും. അപ്പോൾ 8ൻ്റെ ഒരു കണക്കാണ്. ഓക്കെ, 68 ഇപ്പം 3, 6, 9 അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാക്കാം. 3, 6, 9, 8, 8, 8. ഓക്കെ, ഇതിനിടയിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഇതിൻ്റെ ഇടയിലൂടെയായിരിക്കും 23.5 ഡിഗ്രി നോർത്ത് 23.5 ഡിഗ്രി നോർത്ത് കടന്നു പോകുന്നത്. ഈ ഭൂമി സ്വന്തമായി കറങ്ങുന്നതിനെ നമ്മൾ ഭ്രമണം എന്നും സൂര്യനെ ഇങ്ങനെ വലം വയ്ക്കുന്നതിനെ പരിക്രമണം എന്നും പറയും. ഭ്രമണം എന്നും പരിക്രമണം എന്നും പറയും. അതായത് ഒരു വിമാനം സഞ്ചരിക്കാൻ ഏകദേശം 560 കിലോമീറ്റർ സ്പീഡ് വേണം. എന്നാൽ ഭൂമിയോ 96,000 കിലോമീറ്റർ വേണം ഭൂമിക്ക് ഭ്രമണം ചെയ്യാനായിട്ട്. ഭൂമിക്ക് ഭ്രമണം ചെയ്യാനുള്ള വേഗത 96,000 കിലോമീറ്റർ വേഗതയിലാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്. ഇനി നമുക്ക് പരിക്രമണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതിനെയാണ് നമ്മൾ പരിക്രമണമെന്നും, ഒരു തവണ സൂര്യനെ വലം വെച്ച് വരുന്നതിന് 365 ദിവസം വേണം. ഈ നമ്മൾ 4 വർഷം കൂടുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടുമല്ലോ. അപ്പം എല്ലാ 4 വർഷം കൂടുമ്പോഴും നമുക്ക് ഒരു ഡേയ്സ് അധിക ദിവസമായിട്ട് വരും. അതുകൊണ്ടാണ് ഫെബ്രുവരി നമുക്ക് 28 പ്ലസ് ഒന്നും കൂടി കൂട്ടി 29 ദിവസം വരുന്നത്. അപ്പം ആ വർഷം നമ്മൾ 366 ദിവസം നമുക്കുണ്ടായിരിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭൂഖണ്ഡങ്ങളെക്കുറിച്ചാണ്. ഭൂഖണ്ഡങ്ങൾ അഥവാ കോണ്ടിനെന്റ്സ്. പഠിക്കാൻ പോകുന്നത് ഭൂമിയിലെ കോണ്ടിനെന്റ്സ് അഥവാ ഭൂഖണ്ഡങ്ങളെക്കുറിച്ചാണ്. 7 ഭൂഖണ്ഡങ്ങളാണ് ഭൂമിയിലുള്ളത്. അതിൽ ഏറ്റവും വലുത് ഏഷ്യ, രണ്ടാമത്തെ വലുതായിട്ടുള്ളത് ആഫ്രിക്ക, മൂന്നാമത്തത് നോർത്ത് അമേരിക്ക, 4 സൗത്ത് അമേരിക്ക, 5 അന്റാർട്ടിക്ക, 6 യൂറോപ്പ്, 7 ഓസ്ട്രേലിയ. ഓസ്ട്രേലിയനെ നമുക്ക് ഓഷ്യാന എന്നും പറയാം. ഞാനിവിടെ സൂചിപ്പിക്കാം. ഏഷ്യ 1, ആഫ്രിക്ക 2,
പിന്നെ നോർത്ത് അമേരിക്ക 3, സൗത്ത് അമേരിക്ക 4, അന്റാർട്ടിക്ക 5, യൂറോപ്പ് 6, ഓഷ്യാനിയ 7. ഈ കാണുന്നത് നമുക്ക് ഇച്ചിരി കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഭൂമിയിൽ ഭൂഖണ്ഡങ്ങൾ അതിൻ്റെ സ്ഥാനങ്ങൾ എവിടെയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും, പിന്നെ യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ, ഓഷ്യാനെ സെപ്പറേറ്റ് താഴെ വരും. അതിനും താഴെയായിട്ട് നമുക്ക് അന്റാർട്ടിക്കയും വരയ്ക്കാം. ഇതിൻ്റെ വലിപ്പം അനുസരിച്ച് പറയുകയാണെങ്കിൽ ഏഷ്യ 1-ാം സ്ഥാനം വലിപ്പത്തിൽ, 2-ാം സ്ഥാനം വരുന്നത് ആഫ്രിക്ക. ഈ ഒരു ഡിസൈൻ ആയിരിക്കും. ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക. ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക. 4 നമുക്ക് താഴെ സൗത്ത് അമേരിക്കയ്ക്ക് കൊടുക്കാം. ഇനി 5-ാമത് വരുന്നത് 3 കഴിഞ്ഞ് 4 കഴിഞ്ഞ് പിന്നെ വീണ്ടും താഴത്തോട്ട് വരും. 3 താഴത്തോട്ട് വരും. അന്റാർട്ടിക്ക 5-ാം സ്ഥാനം. 5-ാം സ്ഥാനം ആർക്കാണ്? അന്റാർട്ടിക്ക. 6-ാം സ്ഥാനമാണ് യൂറോപ്പ്. 5 തൊട്ട് മുകളിൽ തന്നെ 5 കഴിഞ്ഞ് 6 യൂറോപ്പ്, 7 ഓസ്ട്രേലിയ. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ വലിപ്പം അനുസരിച്ച് ഇതിൻ്റെ ഓർഡർ വരുന്നത്. ഈ ഭൂഖണ്ഡങ്ങളെല്ലാം കൂടി പണ്ട് കൂട്ടിച്ചേർത്ത് ഒറ്റ ഭൂഖണ്ഡങ്ങളായാണ് നമ്മൾ കരുതിയിരുന്നത്. പിന്നീടാണ് ഇത് വിഭജിച്ചതെന്നും അതിനെ നമ്മൾ ഒറ്റ ഭൂഖണ്ഡത്തെ നമ്മൾ പാൻജിയ എന്നും വിളിക്കാം. പാൻജിയ. ഈ ഭൂഖണ്ഡങ്ങളിലെ ഒറ്റ ഭൂഖണ്ഡമായിട്ടാണ് പണ്ട് കരുതിയിരുന്നത്. പിന്നീടാണ് ഇത് വിഭജിച്ചതെന്നാണ് നമ്മൾ ശാസ്ത്രജ്ഞന്മാർ വഴി കണക്ക് കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒറ്റ ഭൂഖണ്ഡത്തെ പാൻജിയ എന്നും നമ്മൾ വിളിക്കും. ഇതിൽ ഏഷ്യ പ്ലസ് യൂറോപ്പ്, ഏഷ്യയും യൂറോപ്പും അടുത്തായതുകൊണ്ട് നമുക്ക് ഇനി എന്ത് പറയാം? ഈ ഗ്രാഫ് വരച്ചുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടി എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം. ഏഷ്യ യൂറോപ്പ് അല്ലെങ്കിൽ യുറേഷ്യ എന്ന് നമുക്ക് പറയാം. യുറേഷ്യ എന്നും, നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്കനെയും കൂട്ടി അമേരിക്കാസ് എന്നും, പിന്നെ ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ്, ഈ 3നെയും കൂട്ടി ആഫ്രോ യുറേഷ്യ എന്ന് നമുക്ക് പറയാം. ആഫ്രോ യുറേഷ്യ എന്ന്. UN-ൽ അംഗങ്ങളല്ല രാജ്യങ്ങളാണ് നമുക്ക് ഭൂമിയിലുള്ളത്. ഇതിൽ 193 രാജ്യങ്ങൾ UN-ൽ അംഗങ്ങളാണ്. 2 രാജ്യങ്ങൾ UN-ൽ അംഗങ്ങളല്ല. അതാണ് ഹോളി സീ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ വത്തിക്കാൻ എന്നറിയപ്പെടുന്നത്. വത്തിക്കാനും അതുപോലെ തന്നെ വത്തിക്കാനും പാലസ്തീനും UN-ൽ അംഗങ്ങളല്ല. 195 രാജ്യങ്ങളുണ്ട്. അതിൽ 193 പേരും UN-ൽ അംഗങ്ങളാണ്. വത്തിക്കാനും പാലസ്തീനും UN-ൽ അംഗങ്ങളല്ല. വത്തിക്കാനെ തന്നെ നമ്മൾ ഹോളി സീ എന്നും അറിയപ്പെടുന്നു. അതല്ലാതെ ചെറിയ ചെറിയ രാജ്യങ്ങൾ ഇനിയുമുണ്ട്. അത് സ്വയംഭരണ രാജ്യങ്ങൾ ആയിട്ടാണ് കരുതുന്നത്. അതിനെ നമ്മൾ ഈ ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് അതുപോലത്തെ ഒരെണ്ണമാണ് തായ്വാൻ നമ്മൾ ചൈനയുടെ ഒരു ഭാഗമായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് തായ്വാനെ ഈ 195 രാജ്യങ്ങളിൽ പെടുത്തിയിട്ടില്ല. ഇതുപോലുള്ള ചെറിയ ചെറിയ രാജ്യങ്ങൾ ഇനിയും ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ളത് ആഫ്രിക്കയിലാണ്. 54 രാജ്യങ്ങളാണ് ആഫ്രിക്കയിലുള്ളത്. 54 ഇവിടുന്ന് ഒരു 6ന്റെ ഡിഫറൻസ് ഇട്ട് കഴിഞ്ഞാൽ ഏഷ്യന് കിട്ടും. 48. 54 രാജ്യങ്ങളാണ് ആഫ്രിക്കയിലുള്ളത്. അതിൽ നിന്ന് 6 കുറച്ചാൽ 48 രാജ്യങ്ങൾ നമുക്ക് ഏഷ്യയിലുണ്ട്. 44 രാജ്യങ്ങൾ, അതിൽ നിന്ന് ഒരു 4 കുറയ്ക്കുക, 6, 4 ഈ കണത്തിൽ പോയാൽ 4 രാജ്യങ്ങൾ കുറച്ചാൽ നമുക്ക് യൂറോപ്പിൽ കിട്ടും. യൂറോപ്പിൽ 44 രാജ്യങ്ങളാണ്. 54 രാജ്യങ്ങൾ ആഫ്രിക്ക, 6 കുറച്ച് 48 രാജ്യങ്ങൾ ഏഷ്യ, 44 രാജ്യങ്ങൾ യൂറോപ്പ്.